ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ചോരി 2 എന്ന മൂവിയാണ്. 2021 പുറത്തിറങ്ങിയ ചോരി എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് മൂവിയാണ് ഇത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇല്ലെങ്കിലും ഇതിനകത്ത് ഫസ്റ്റ് പാർട്ടിന്റെ സ്റ്റോറി ചെറുതായിട്ട് ചുരുക്കി പറയുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു കൊച്ചു പെൺകുട്ടി വഴിയറിയാതെ അമ്മയെ വിളിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ആ സമയത്ത് ദൂരെ നിന്നും 3 പെൺകുട്ടികൾ ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട് അമ്മ നിന്നെ അന്വേഷിക്കുന്നുവെന്ന്. എന്നാൽ ആ പെൺകുട്ടികളെല്ലാം തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമായി പോവുകയും ചെയ്യുന്നു. ഈ കൊച്ചു പെൺകുട്ടി പേടിച്ച് അവിടെയെല്ലാം ഓടി നടക്കുകയാണ്. ഓടി അവളൊരു വലിയ കിണറിന്റെ അടുത്തെത്തുന്നു. ആ സമയത്ത് അവളുടെ കാലിലേക്ക് ഒരു ചങ്ങല വീഴുകയും അത് അവളെ വലിച്ച് കിണറിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. സീൻ കട്ടായി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായികയായ സാക്ഷിയാണ്. അവളൊരു സ്കൂൾ ടീച്ചർ ആയിരുന്നു. തന്റെ മകൾ ഇഷാനിയുടെ അഡ്മിഷനെ പറ്റി അവൾ പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നു. അവൾക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റില്ല എന്നും വീട്ടിലിരുന്ന് തന്നെ അവളുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള അനുമതി ഈ സ്കൂളിൽ നിന്നും തരണമെന്നും പറയുന്നു. എന്നാൽ ഒരു കാരണവശാലും തനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. തുടക്കം മുതലേ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഫേവർ ചെയ്യുന്നുണ്ട്. ഓൾറെഡി തന്നെ നിങ്ങളെ പറ്റി പല സംസാരമുണ്ട്. നിങ്ങൾ ആ പോലീസ് ഓഫീസറായ സമറിന്റെ വീട്ടിലാണ് താമസമെന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഞാൻ പറയുന്നതിനെ പറ്റി സാറ് ചിന്തിക്കരുത്. തന്റെ മകൾക്ക് ഒരു മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെന്നും അതുകൊണ്ട് അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്നുമാണ് സാക്ഷി പറയുന്നത്. എന്തൊക്കെ വന്നാലും ശരി, അവൾ സ്കൂളിൽ വന്ന് പഠിക്കുന്നെങ്കിൽ മാത്രം പഠിച്ചാൽ മതി എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ഇനി സാക്ഷി താമസിക്കുന്ന വീട് കാണിക്കുന്നുണ്ട്. അവിടെ ഇഷാനിയും അവൾക്ക് കൂട്ടായിട്ട് റാണി എന്ന് പറയുന്ന സ്ത്രീയുമുണ്ട്. ആ വീട്ടിലേക്ക് പലയിടങ്ങളിലും സൂര്യപ്രകാശം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പേപ്പേഴ്സ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. തന്നയുടെ മുറിയിലും നാച്ചുറൽ ലൈറ്റ് വരുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ കളിച്ചുകൊണ്ടിരിക്കെ സൂര്യപ്രകാശം ചെറുതായിട്ട് വരുന്ന ഭാഗത്തേക്ക് പോവുകയും അവളുടെ കൈ അതിനെ നേരെ പിടിക്കുന്നതിനനുസരിച്ച് അവളുടെ കൈയെല്ലാം തന്നെ ചുവന്ന് തുടുത്ത് കയ്യിൽ മുഴുവൻ പാടുവരികയും ചെയ്യുന്നുണ്ട്. ഇഷാനിക്ക് നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് റാണി അവളെ പെട്ടെന്ന് അവിടെ നിന്നും പിടിച്ചു മാറ്റുന്നു. രാത്രിയിൽ വീട്ടിലെത്തിയ സാക്ഷിയാകട്ടെ അവളെ വഴക്ക് പറയുന്നുണ്ട്. എന്തിനാ നീ വെറുതെ സൂര്യപ്രകാശത്തേക്ക് പോകാൻ പോയതെന്ന് ചോദിക്കുന്നു. നിനക്ക് അറിയാവുന്നതല്ലേ നിന്റെ കണ്ടീഷൻ എന്താണെന്ന്. അതിനുശേഷം അവളെ കൊണ്ട് സൂപ്പും കുടിപ്പിക്കുന്നു. അവളുടെ ശരീരത്തിൽ സൂര്യപ്രകാശം തട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയാകും അവളുടെ ശരീരം മുഴുവൻ. അതുകൊണ്ട് സൂര്യപ്രകാശമുള്ള സമയത്ത് അവൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കില്ലായിരുന്നു. ഷാനിയുടെ സ്പെഷ്യൽ കേസ് പ്രിൻസിപ്പൽ പരിഗണിക്കാത്ത കാരണം സാക്ഷിക്ക് അവളെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരം മുഴുവൻ മറയ്ക്കുന്ന രീതിയിൽ ഡ്രസ്സ് ധരിച്ചാണ് അവളെ സ്കൂളിലേക്ക് സാക്ഷി കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ആ വീടിന്റെ ഉടമ കൂടിയായ പോലീസ് ഓഫീസറായ സമർ അവിടേക്ക് വരുന്നു. സമറും ഇഷാനിയും നല്ല കൂട്ടായിരുന്നു. ഇഷാനിയെ ഉറക്കിയ ശേഷം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട്. ഇനിയാണ് ഈ സമർ എങ്ങനെയാണ് സാക്ഷിയുടെ ലൈഫിലേക്ക് വന്നതെന്ന് കാണിക്കുന്നത്. ഇതിന് മൂവിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ അറിയണം. അനാഥയായ സാക്ഷിയെ രാജ്വീർ എന്ന് പറയുന്ന ഒരാളാകട്ടെ വിവാഹം കഴിക്കുകയും അവൾ പ്രഗ്നന്റ് ആയ ശേഷം അയാളുടെ ഗ്രാമത്തിലേക്ക് പ്രസവത്തിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്തിരുന്നു. ആ ഗ്രാമത്തിൽ ജനിക്കുന്ന കുട്ടികൾ ആൺകുട്ടികളല്ല പെൺകുട്ടികളാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ എല്ലാം തന്നെ ബലി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. സാക്ഷിയുടെ വീട്ടിലും വളരുന്നത് പെൺകുഞ്ഞാണെന്ന് അവൾ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ രാജ്വീറിന്റെ വീട്ടുകാർ മനസ്സിലാക്കി. അതോടുകൂടി അവളെയും കുഞ്ഞിനെയും കൊന്നുകളയാനായിരുന്നു ഇവരുടെ തീരുമാനം. ഓൾറെഡി തന്നെ രാജീവിന്റെ ആദ്യത്തെ ഭാര്യമാരെ എല്ലാം തന്നെ ഇങ്ങനെ കൊന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് തന്നെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്ത് കുഞ്ഞിനെ ആ കിണറ്റിലേക്ക് എറിഞ്ഞു കൊല്ലും. അങ്ങനെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടും മരിക്കാതെ ഇപ്പോഴും ജീവനോടിരിക്കുന്ന രാജ്വീറിന്റെ ഒരു ഭാര്യയാണ് നമ്മുടെ സാക്ഷിയുടെ കൂടെ ഇപ്പോൾ ഉള്ള റാണി. അന്ന് തന്നെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിച്ച രാജ്വീറിനെയും ഫാമിലിയെയും റാണിയും സാക്ഷിയും ചേർന്നിട്ട് കൊന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. സാക്ഷി പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നു. അങ്ങനെയാണ് സമർ അവിടേക്ക് വരുന്നത്. ഓൾറെഡി തന്നെ ആ ഗ്രാമത്തെ പറ്റി പല കാര്യങ്ങളും സമർ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ രാജ്വീറിന്റെ ഉൾപ്പെടെ ആരുടെയും ബോഡി അവിടെ ഉണ്ടായിരുന്നില്ല. എന്താണെങ്കിലും സാക്ഷി രക്ഷപ്പെട്ടല്ലോ എന്ന് സമാധാനിച്ച് അവിടെ നിന്നും പോയി. അതിനുശേഷം സമർ എന്ന പോലീസുകാരനാണ് അവൾക്ക് സംരക്ഷണം നൽകിയത്. അന്ന് രാജ്വീറിനും കുടുംബത്തിനും കൊല്ലാൻ പറ്റാതെ ഈ ഭൂമിയിൽ ജനിച്ച പെൺകുട്ടിയായിരുന്നു നമ്മുടെ ഇഷാനിയും. ഇന്നും സാക്ഷിയുടെ മനസ്സിൽ ആ പേടിയുണ്ട്. എന്നെങ്കിലും അവർ തങ്ങളുടെ കുഞ്ഞിനെ തേടി വരുമോ എന്ന്. ആ ഗ്രാമത്തിലുള്ള ആൾക്കാരെ അവൾ അത്രത്തോളം പേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 7 വർഷങ്ങൾ കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും നീ പുറത്തൊക്കെ ഇറങ്ങി പോകാനും യാത്ര ചെയ്യാനും പേടിക്കേണ്ട കാര്യമില്ല എന്ന് സമർ അവളോട് പറയുന്നു. മാത്രമല്ല ഇഷാനിയുടെ സ്കിൻ പ്രോബ്ലം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിന്റെ അഡ്രസ് കിട്ടിയിട്ടുണ്ടെന്നും അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്നും സമർ പറയുന്നു. അതേസമയം വീട്ടിലിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന ഇഷാനിയുടെ അടുത്തേക്ക് ഒരു കറുത്ത രൂപം വരുന്നുണ്ട്. പേടിച്ചുപോയ അവളാകട്ടെ റാണിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു. എന്നാൽ റാണിയാകട്ടെ വീടിന് പുറത്തിരുന്ന് പാട്ട് കേൾക്കുകയായിരുന്നു. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന ഇഷാനിയെ ആ രൂപം വശീകരിക്കുന്നു. അതോടുകൂടി അവൾ തനിയെ ഇറങ്ങി പുറത്തേക്ക് നടക്കാനും തുടങ്ങി. ഇഷാനി ഇറങ്ങി പോകുന്നത് കണ്ട് റാണിയാകട്ടെ ഇഷാനിയുടെ പിറകെ ഓടി. എന്നാൽ കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ഒരു വണ്ടിയിലുണ്ടായിരുന്ന ആൾക്കാർ ഇഷാനിയെ അതിനകത്തേക്ക് വലിച്ചു കയറ്റുന്നു. അവളെ രക്ഷിക്കാൻ ചെന്ന റാണിയെയും അവർ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വാതിലുകളെല്ലാം തുറന്നു കിടക്കുന്നത് സാക്ഷി കാണുന്നത്. റാണിയും ഇഷാനിയും അവിടെ ഇല്ലാന്ന് മനസ്സിലാക്കിയതോടുകൂടി അവൾ ആകെ ടെൻഷനിലായി. അങ്ങനെ സമർ മറ്റു പോലീസുകാരുടെ സഹായത്തോടു കൂടി ഇഷാനിയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്ക് CCTV-യിൽ നിന്നും അവർക്ക് കുറച്ച് ദൃശ്യങ്ങൾ കിട്ടി. ഇഷാനിയെ റാണിയും കടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസും കിട്ടി. ഗ്രാമത്തിലെ ആൾക്കാർ തന്നെയായിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ സമറും കുറച്ച് പോലീസുകാരും സാക്ഷിയും ചേർന്നിട്ട് ആ ഗ്രാമത്തിലേക്ക് പോകുന്നു. മുൻപ് ഒരുപാട് പച്ചവിരിച്ചു കിടന്ന ആ തോട്ടങ്ങളെല്ലാം ഇന്ന് കരിഞ്ഞുണങ്ങി കിടക്കുന്നു. ആ തോട്ടത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് വഴികളുണ്ടായിരുന്നു. അവരവിടേക്ക് ചെന്നതും കുറച്ച് ആൺകുട്ടികളാകട്ടെ ഒരു ചെറിയ മരപ്പാവ അവിടെ ഇവിടെ എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഇഷാനി ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ഓരോ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. വഴി കാട്ടുന്ന പോലെയാണ് സാക്ഷിക്ക് തോന്നിയത്. അവൾ അതെടുത്തുകൊണ്ട് നടന്നു പോകുന്നു. ഒടുവിൽ
അവർ എത്തിപ്പെടുന്നത് ആ തോട്ടത്തിന്റെ നടുക്കുള്ള ഒരു കരിഞ്ഞുണങ്ങിയ മരക്കുറ്റിയുടെ അടുത്തേക്കാണ്. എന്നാൽ അപ്പോഴേക്കും ആ ചെറിയ പയ്യന്മാരെല്ലാം ചേർന്നിട്ട് അവർക്ക് നേരെ കല്ലെറിയാൻ ആക്രമിച്ചു. ഒരു വിധത്തിൽ സാക്ഷിയെ ഒരു സൈഡിലേക്ക് സമർ മാറ്റി നിർത്തുന്നുണ്ട്. എന്നിട്ട് ആ കുട്ടികളെ പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവരെല്ലാം പല വഴിക്ക് ഓടി രക്ഷപ്പെടുന്നു. ഈ ഒരു ബഹളത്തിന്റെ ഇടയ്ക്ക് ബാക്കിലൂടെ വന്ന് ആരോ സാക്ഷിയെ പിടിച്ചുകൊണ്ടു പോകുന്നു. സമർ ഉൾപ്പെടെ ഇതാരും ശ്രദ്ധിച്ചില്ല. പിന്നെ പിന്നിൽ നിന്നും ആക്രമിച്ച ആ വ്യക്തിയുടെ മുഖം കണ്ട് സാക്ഷി ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. അവളുടെ ഹസ്ബൻഡ് രാജ്ബീർ ആയിരുന്നു. ഫസ്റ്റ് പാർട്ടില് അവള് കൊന്നുവെന്ന് വിശ്വസിച്ചിരുന്ന അതേ ആള് തന്നെ. അയാൾ മരിച്ചിട്ടില്ല എന്നറിഞ്ഞതോടുകൂടി അവൾ ആകെ ടെൻഷനിലായി. ആ നിമിഷം തന്നെ അവളെ അടിച്ച് ബോധം കെടുത്തി അയാൾ അവിടെ നിന്ന് അവളെ കൊണ്ടുപോവുകയും ചെയ്തു. സാക്ഷിയെ കാണാനില്ല എന്ന് മനസ്സിലായതോടുകൂടി സമറും കൂട്ടരും അവിടെ എല്ലാം തന്നെ അന്വേഷിക്കുന്നുണ്ട്. ബോധം വരുമ്പോൾ സാക്ഷി കാണുന്നത് തന്നെ കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഇരുട്ടുള്ളൊരു അറയിലൂടെ വലിച്ചുകൊണ്ടു പോകുന്നതായിരുന്നു. ശരിക്കും ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നേരത്തെ നിന്ന ആ ഉണങ്ങിയ മരക്കുറ്റിയില്ലേ, അതിന്റെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു തുരങ്കപാതയായിരുന്നു അത്. ഗ്രാമത്തിന്റെ മുക്കിനും രാജ്ബീർ ഉൾപ്പെടെ കുറച്ച് ആൾക്കാർ അവിടെയുണ്ട്. കുറച്ച് സ്ത്രീകളും കുറച്ച് ആൺകുട്ടികളും. എന്നാൽ ഒരു പെൺകുട്ടിയെ പോലും കാണാനില്ല. ഒരു വലിയ വാതിലിന്റെ മുന്നിൽ നിന്ന് ഇവരെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആ വാതിലിന്റെ മുന്നിൽ ഇവർ ദാസി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ആ ഒരു വാതിലിനപ്പുറം ഒരു ഗുഹയാണ്. ആ ഗുഹയ്ക്കുള്ളിൽ ഇവരെല്ലാം പ്രധാൻജി എന്ന് വിളിക്കുന്ന ഒരാൾ താമസിക്കുന്നുണ്ട്. ആ വ്യക്തി ആരോഗ്യത്തോടെ ഇരിക്കുന്ന കാലത്ത് മാത്രമേ ഈ ഒരു ഗ്രാമം പച്ച വിരിച്ചു കിടക്കൂ. അയാൾ ഇപ്പോൾ അസുഖബാധിതനായി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഗ്രാമമെല്ലാം ഇങ്ങനെ ഉണങ്ങി നശിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളെ പരിപാലിക്കുന്ന ജോലി ഈ ദാസിയുടേതായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അയാളുടെ ഭാര്യ തന്നെയാണ് ഈ ദാസി. ഇവര് സാക്ഷിയെയും ഇഷാനിയെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? ഇഷാനിയെ ആ ഒരു പ്രധാൻജിക്ക് സമർപ്പിക്കാനും സാക്ഷിയെ ബലി കൊടുക്കാനുമാണ്. ഇനിയും തന്റെ മകളെയും വെറുതെ വിടണമെന്ന് സാക്ഷി കെഞ്ചി പറഞ്ഞെങ്കിലും രാജ്ബീർ ഉൾപ്പെടെ ആരും അതൊന്നും തന്നെ കേട്ടില്ല. അന്ന് നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതാ, ഇനി എന്തായാലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവര് പറയുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്നും ഒരുപാട് സ്ത്രീകളുടെ ഒച്ച കേൾക്കുന്നു. അത് കേട്ട് ഈ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം പേടിക്കുന്നുണ്ട്. അത് കാരണം പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാവരും പോകുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ സ്ത്രീകളുടെ ഒച്ച കേൾക്കുന്നതെന്ന് അവർ പരസ്പരം സംസാരിക്കുന്നു. ആൺകുട്ടികളെല്ലാം ചേർന്നിട്ട് സാക്ഷിയെ വലിച്ചഴിച്ചുകൊണ്ടുപോയി ഒരു റൂമിലിട്ട് പൂട്ടി. റൂമിന്റെ സൈഡിൽ ഒരു വാതിലുണ്ടായിരുന്നു. ആ വാതിൽ കണ്ടപ്പോൾ ആ പയ്യന്മാര് പോലും പേടിച്ചു. സമയം അവിടെ മറ്റൊരിടത്ത് തന്നെ നമ്മുടെ ഇഷാനിയും അവർ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇഷാനിയുടെ അടുത്തേക്ക് ഒരു പയ്യൻ വരുന്നുണ്ട്. ശാലിൻ എന്നാണ് അവന്റെ പേര്. മറ്റു പയ്യന്മാരെ പോലെ ആരെയും ഉപദ്രവിക്കുകയൊന്നും ചെയ്യാറില്ലായിരുന്നു ഇവൻ. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തി. ഇഷാനി തന്റെ അമ്മ എപ്പോ വരും, അമ്മ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ശാലിൻ പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയില്ല. ദാസിയമ്മ പറഞ്ഞിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു പാനീയം കൊണ്ടുവന്നിട്ടുണ്ട്, അത് നീ കുടിക്കണമെന്ന്. എന്നാൽ ഇത് സൂപ്പല്ലേ, ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വഴക്കുണ്ടാക്കുന്നു. ഇവിടെ ഇത് മാത്രമേ കിട്ടൂ, ഇത് കുടിച്ചില്ലെങ്കിൽ ദാസിയമ്മ നിന്നെ ഒരുപാട് വഴക്ക് പറയുമെന്ന് അവൻ പറയുന്നു. സാക്ഷിയാകിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ അവിടേക്ക് ആ ദാസി വരുന്നുണ്ട്. അവൾ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന്. എന്റെ മകൾ സുഖമില്ലാത്ത കുട്ടിയാണ്. സൂര്യപ്രകാശം അടിച്ചു കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാകും. എന്നാൽ ആ ദാസി അവളോട് പറയുന്നുണ്ട് നിന്റെ മകൾ ഒരു അസുഖബാധ്യയല്ല, അവൾ ഒരുപാട് ശക്തിയുള്ള പെൺകുട്ടിയാണെന്ന്. അസുഖമെന്ന് നീ കരുതുന്ന ആ കാര്യം അവളുടെ ബലഹീനതയല്ല, അവളുടെ ശക്തിയാണ്. ഇവിടെ ഗ്രാമബുക്കിനും രാജ്ബീറിനോട് പറയുന്നുണ്ട് ജനിച്ച ഉടനെ നിന്റെ പെൺകുഞ്ഞിനെ നിനക്ക് എന്തായാലും കൊല്ലാൻ പറ്റിയില്ല, പക്ഷെ അതെന്തായാലും നന്നായി. അവളുടെ അസുഖം തന്നെയാണ് അവളുടെ ശക്തി. അവൾ ഇവിടെ തന്നെ തിരിച്ചു വരേണ്ടവളായിരുന്നു. പ്രധാൻജി എന്നാണോ നിന്റെ മകളുടെ സമർപ്പണം സ്വീകരിക്കുന്നത് അന്ന് നിനക്ക് നമ്മുടെ കുലത്തിലേക്ക് തിരിച്ചു വരാം. സാക്ഷിയും കുഞ്ഞും അന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് കാരണം ഇവരുടെ കുലത്തിൽ നിന്ന് തന്നെ രാജ്ബീറിനെ ഇവർ പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ പ്രധാൻജിക്ക് സമർപ്പിച്ച് സാക്ഷിയെ ബലി കൊടുക്കുന്നതോടുകൂടി അവൻ എന്തായാലും കുലത്തിലേക്ക് തിരിച്ചു വരാമെന്നാണ് അയാൾ പറയുന്നത്. ഷാനിയുടെ അടുത്തെത്തിയ ദാസിയാകട്ടെ അവൾ ആ പാനീയം കുടിച്ചിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി അവളുടെ വാ പിടിച്ചിട്ട് അത് മുഴുവൻ അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. തന്റെ അമ്മ എവിടെയെന്നും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും തന്നെ അവർ ഉത്തരം പറയുന്നില്ല. അവളെ കൊണ്ടത് കുടിപ്പിച്ച ശേഷം അവരവിടെ നിന്നും പോയി. ദാസി നേരെ പോകുന്നത് ആ പ്രധാൻജിയുടെ വാതിലിന്റെ അടുത്തേക്കായിരുന്നു. അവൾ അവിടെ നിന്ന് കൈകൂപ്പി നിന്നപ്പോഴേക്കും ആ വാതിൽ തുറക്കുകയും ഒരു രൂപം ഉള്ളിലേക്ക് പോകുന്നത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അവളും ആ വാതിലിനുള്ളിലേക്ക് കയറിപ്പോയി. ഉള്ളിൽ ചെന്ന് അയാൾക്ക് വേണ്ടി സേവ ചെയ്യുകയും അയാളുടെ വായിലേക്ക് എന്തൊക്കെയോ ദ്രാവകങ്ങൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആകെ തകർന്നിരുന്ന സാക്ഷിയാകട്ടെ എവിടെ നിന്നോ തന്റെ മകളുടെ സൗണ്ട് കേൾക്കുന്ന പോലെ തോന്നുന്നു, അമ്മയെ നമ്മൾ വിളിക്കുന്ന പോലെ. ആ സമയത്താണ് റൂമിനുള്ള ആ ഒരു വാതിൽ ശ്രദ്ധിക്കുന്നത്. അവൾ അടച്ചുപൂട്ടി വെച്ചിരുന്ന ആ വാതിലുകൾ എങ്ങനെയോ തുറന്നിട്ട് അവൾ അതിനുള്ളിലേക്ക് നടക്കുന്നു. എന്നാൽ അത് വലിയൊരു ടണലായിരുന്നു. ഒന്നിനെ മറ്റൊന്നുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വഴി തന്നെ തെറ്റിപ്പോകും. ഇടയ്ക്ക് അവൾ ഓരോ കുട്ടികളെ കാണുന്നുണ്ട്. അത് തന്റെ ഇഷാനിയാണെന്ന് വിചാരിച്ചിട്ട് അവൾ ആ കുട്ടികളുടെ പുറകെ ഓടുന്നു. 3 പെൺകുട്ടികളായിരുന്നു അത്. എന്നാൽ അവരൊന്നും ജീവനോടെ ഇരിക്കുന്നവരല്ല, അതെല്ലാം തന്നെ ആത്മാക്കളായിരുന്നു. അതേസമയം ഇഷാനിയുടെ ശാലിനിന്റെ അടുത്താകട്ടെ ആ ആൺകുട്ടികൾ വരുന്നുണ്ട്. ഇതാണോ ഇവിടെ കൊണ്ടുവന്ന പെൺകുട്ടി എന്ന് ആ ആൺകുട്ടികൾ വന്നിട്ട് ഇഷാനിയെ നോക്കി ചോദിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ടോ ഒരു പെൺകുട്ടിയെ കാണുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കുന്നുണ്ട്. ശാലിനെ നോക്കി ആ ആൺകുട്ടികൾ പറയുന്നുണ്ട് നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെ നല്ല ആൺകുട്ടിയാണെന്ന് പോലും തോന്നിക്കില്ല, നീ പെൺകുട്ടിയുമല്ല. അവൻ ഓരോന്ന് പറഞ്ഞ് ശാലിനെ കളിയാക്കാൻ തുടങ്ങിയതോടുകൂടി അവനാകട്ടെ ഈ പയ്യന്മാരുടെ പിറകെ ഓടി. ആ സമയത്ത് വാതിൽ തുറന്നു കിടക്കുന്നുണ്ട ഇഷാനിയാകട്ടെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. സാക്ഷി സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടണലുകളില്ലേ അതുപോലെയുള്ള സ്ഥലത്തുകൂടിയായിരുന്നു ഇഷാനിയും പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടിയില്ല. അതിനിടയ്ക്ക് ഇഷാനിയാകട്ടെ ആ 3 പെൺകുട്ടികളെ കാണുന്നുണ്ട്. അമ്മ നിന്നെ വിളിക്കുന്നുണ്ട് വാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടികൾ അവൾക്ക് വഴികാട്ടുന്നു.
ആ പെൺകുട്ടികളുടെ പിറകെ അവള് പോയി. അവരാകട്ടെ അവളെ കൊണ്ടുപോകുന്നത് ആ തുരങ്കത്തിന് പുറത്തേക്കായിരുന്നു, അതായത് ആ കിണറിന് മുകളിലേക്ക്. എന്നാൽ വെളിച്ചം കണ്ട ഉടനെ അവള് പറയുന്നുണ്ട് എനിക്ക് സൂര്യപ്രകാശത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന്. എന്നാൽ രക്ഷപ്പെടാനുള്ള മാർഗം അത് മാത്രമാണ്. അവൾ രണ്ടും കൽപ്പിച്ച് ആ വെളിച്ചത്തിലേക്ക് നടക്കുന്നു. പക്ഷെ സൂര്യപ്രകാശം അടിച്ച് അവളുടെ മുഖത്തും കൈകളിലും എല്ലാം തന്നെ പാടുകൾ വരാൻ തുടങ്ങി. നല്ല പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. വേദന സഹിച്ച് അവൾ മുന്നോട്ട് പോകുന്തോറും അവശയായിക്കൊണ്ടിരിക്കുകയാണ്. ആ കിണറിന്റെ സ്റ്റെപ്പുകളിൽ അവൾ തളർന്നു വീഴുന്നു. ദാസി നോക്കുമ്പോ അവളെ അവിടെ കാണാത്ത കാരണം അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ശക്തി ഉപയോഗിച്ച് അവൾ എവിടെയെന്ന് കണ്ടെത്തുന്നു. ഷാനിയുടെ വീട്ടിൽ കണ്ട ആ കറുത്ത രൂപം നമ്മുടെ ദാസിയുടെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയായിരുന്നു. പ്രധാൻജിയെ സേവിക്കുന്നത് കാരണം പ്രധാൻജി അവൾക്ക് കൊടുത്ത ഒരു വരദാനമായിരുന്നു ആ ഒരു ശക്തി. ആ ശക്തിയുടെ സഹായത്തോടു കൂടി ഇഷാനി ഇപ്പോൾ ഈ കിണറിന്റെ സ്റ്റെപ്പുകളിൽ തളർന്നു കിടക്കുകയാണെന്ന് മനസ്സിലാക്കി ദാസി അവിടെ ഓടി വരുന്നു. ആ വെളിച്ചത്തിലേക്ക് കടന്ന് അവർ ഇഷാനിയെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇഷാനിയുടെ ശരീരത്തിൽ എന്തവസ്ഥയാണോ വന്നത് അതേ അവസ്ഥ തന്നെയായിരുന്നു ഇവരുടെ ശരീരത്തിലും. ഇഷാനിയെ പോലെ തന്നെ അതുപോലൊരു കണ്ടീഷനാണ് ഇവർക്കും ഉണ്ടായിരുന്നത്. സൂര്യപ്രകാശത്തിൽ ഇവർക്കും വരാൻ പറ്റില്ല. അതേസമയം ഇവിടെ വഴിതെറ്റി അലഞ്ഞുകൊണ്ടിരുന്ന സാക്ഷിയാകട്ടെ ഒരു സ്ഥലം കണ്ടെത്തുന്നു. അവിടെ എല്ലാം തന്നെ ഒരുപാട് ചങ്ങലകൾ ഉണ്ടായിരുന്നു. ആ ഏരിയയിൽ നിന്നും ഒരുപാട് സ്ത്രീകളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇഷാനിയുടെ ശരീരത്തിലെ ആ പൊള്ളലുകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് കുറച്ചധികം മരുന്നുകൾ അരച്ചെടുക്കുകയായിരുന്നു ദാസി. അവരുടെ ശരീരത്തിലും ഇഷാനിയുടെ ശരീരത്തിലും എല്ലാം തന്നെ അവരത് തേക്കുന്നു. എന്നിട്ട് വീണ്ടും അവൾക്ക് കുടിക്കാനായിട്ട് ആ പാനീയം കൊടുക്കുന്നുണ്ട്. മര്യാദയ്ക്ക് അത് മുഴുവൻ കുടിക്കാൻ പറയുന്നു. അവൾ തടഞ്ഞപ്പോ അവളുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഇഷാനിയുടെ കാര്യം അറിഞ്ഞിട്ട് ആ ഗ്രാമത്തിലെ മുക്കിന് അവിടേക്ക് വരുന്നുണ്ട്. ദാസി പറയുന്നുണ്ട് അവൾക്കൊന്നും തന്നെ പറ്റില്ല, അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരുമെന്ന്. മുഖ്യം പറയുന്നുണ്ട് അത് നിങ്ങളുടെ കടമയാണെന്ന്. നേരത്തെ 3 പെൺകുട്ടികളെയും ഇതുപോലെ കിട്ടിയതാണ്, പക്ഷെ അവരാരും അതിജീവിച്ചില്ല. ഇവളെയെങ്കിലും പ്രധാനജിക്ക് കൊടുത്തെങ്കിലേ പറ്റൂ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും സമറും മറ്റു പോലീസുകാരും വീണ്ടും അവിടേക്ക് വരുന്നുണ്ട്. മറ്റു പോലീസുകാരോട് അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് സാക്ഷിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സമറ് മാത്രം ഉള്ളിലേക്ക് പോകുന്നു. ആ കിണറിനുള്ളിൽ നിന്നും കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന കണ്ടിട്ട് അതിനുള്ളിലേക്ക് ഒരു പാതയുണ്ടെന്ന് സമറിന് മനസ്സിലായി. അയാൾ ആ സ്റ്റെപ്പ് വഴി കിണറിനുള്ളിലെ തുരങ്കപാതയിലേക്ക് കടക്കുന്നു. എന്നാൽ ആ പാതകളെല്ലാം തന്നെ വളരെയധികം കൺഫ്യൂസിംഗ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. അതേസമയം ഇവിടെ ഇഷാനിയും ദാസിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. വീണ്ടും അവൾക്ക് വേണ്ടി പാനീയം ഉണ്ടാക്കാൻ നേരത്ത് അവള് പറയുന്നുണ്ട് ഞാനിത് കുടിക്കണമെങ്കിൽ എനിക്ക് കഥ പറഞ്ഞു തരണമെന്ന്. അങ്ങനെ ദാസിയാകട്ടെ കഥ പറയാൻ ആരംഭിച്ചു. അത് ശരിക്കും ഈ ഗ്രാമത്തിൽ നടക്കുന്ന കഥ തന്നെയാണ്. ആ പ്രധാൻജിയുടെയും ദാസിയുടെയും ഒക്കെ കഥ തന്നെ. ഒരിക്കൽ ഈ ഗ്രാമത്തിലെ രാജാവ് കുട്ടികളില്ലാത്ത കാരണം ഒരു കുഞ്ഞിന് വേണ്ടി സൂര്യദേവനെ പ്രാർത്ഥിച്ചു. അങ്ങനെ സൂര്യദേവന്റെ വരദാനമായിട്ട് അയാൾക്കൊരു കുഞ്ഞു പിറന്നു. എന്നാൽ അതൊരു പെൺകുട്ടിയായിരുന്നു. തനിക്ക് വേണ്ടത് ആൺകുട്ടിയായിരുന്നു എന്നും ഈ പെൺകുട്ടിയെ തനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് അയാളാകട്ടെ സൂര്യദേവനോട് ആ കുഞ്ഞിനെ തിരിച്ചെടുക്കാൻ പറഞ്ഞു. കോപിതനായ സൂര്യദേവന്റെ അഗ്നിയിൽ ആ കുഞ്ഞിന്റെ ശരീരം മുഴുവൻ പൊള്ളാൻ ആരംഭിച്ചു. ആ കുട്ടി മരിച്ചുവെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ഇരുട്ട് വീണപ്പോഴേക്കും ഗുഹയിൽ താമസിക്കുന്ന ഒരാൾ വന്നിട്ട് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അയാൾ ആ പെൺകുട്ടിയെ തൊടുകയും അയാളുടെ ശക്തി ഉപയോഗിച്ച് അവളുടെ അസുഖം എല്ലാം ഭേദമാക്കുകയും ചെയ്തു. അതെങ്ങനെയെന്ന് ഇഷാനി ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് അയാൾ ഒരു രാജകുമാരനായിരുന്നു എന്ന്. ഗുഹകളിൽ താമസിക്കുന്ന രാജകുമാരൻ. അയാൾക്ക് സൂര്യപ്രകാശത്തിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന അയാൾക്ക് ആ പെൺകുട്ടി കൂട്ടായിട്ട് വന്നതോടുകൂടി അയാൾ ഒരുപാട് സന്തോഷവാനായി. ആ രാജകുമാരൻ ഒരിക്കലും പ്രായമാകില്ലായിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയാകട്ടെ വളർന്നുകൊണ്ടേയിരുന്നു. എന്നെ രക്ഷിച്ചതിനുള്ള നന്ദിയായിട്ട് ആ പെൺകുട്ടി അയാൾക്ക് സേവ ചെയ്യാൻ ആരംഭിച്ചു. അതിനുശേഷം രാജകുമാരൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സ്വന്തം വധുവായി സ്വീകരിച്ചു. ജീവിതകാലം മുഴുവൻ അവൾ ആ രാജകുമാരന് സേവ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ രാജകുമാരനാകട്ടെ സൂര്യനിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിക്ക് ഒരു ചിറക് നൽകും. ദാസി അങ്ങനെയാണ് കഥ അവസാനിപ്പിക്കുന്നത്. അതുപോലെ ചിറക് നിനക്കും വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. തനിക്കും സൂര്യനിൽ നിന്ന് രക്ഷ നേടാമെന്ന് അറിഞ്ഞതോടുകൂടി ഇഷാനിയുടെ കുഞ്ഞു മനസ്സിലും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള മോഹമുണ്ടായി. സൂര്യപ്രകാശത്തിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ആ പ്രധാൻജിയായിരുന്നു ഇവർ പറഞ്ഞ ഈ രാജകുമാരൻ. അയാൾക്ക് ആവശ്യവും അതുപോലെയുള്ള പെൺകുട്ടികളെയാണ്. ഇത്രയും കാലം അയാളുടെ ഭാര്യയായി നിന്നിരുന്ന ദാസിക്ക് പ്രായമാകാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇഷാനിയെ അവർ കൂട്ടിക്കൊണ്ടുവന്നതും അയാളുടെ ഭാര്യയാക്കാൻ തീരുമാനിച്ചതും. അതേസമയം സ്ത്രീകളുടെ കരച്ചിൽ കേട്ട ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ സാക്ഷി പോകുമ്പോൾ അവിടെ ഒരുപാട് സ്ത്രീകൾ ഉള്ളതായിട്ട് അവൾ കാണുന്നുണ്ട്. അതിൽ 3 സ്ത്രീകൾ അവളുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ടുവന്ന് പറയുന്നുണ്ട് ഞങ്ങളുടെ മക്കളെ നിങ്ങൾ കണ്ടോ, അവർക്ക് സൂര്യപ്രകാശം ഏൽക്കാൻ പാടില്ല എന്ന്. ഇത് കേട്ട് സാക്ഷിയും പറയുന്നുണ്ട് എന്റെ മകളും അങ്ങനെ തന്നെയാ, നിങ്ങൾ ആരെങ്കിലും അവളെ കണ്ടോ എന്ന്. ഇവിടെ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി ആർക്കെങ്കിലും അറിയാവോ എന്ന്. എന്നാൽ ആർക്കും ഒരു വഴിയും അറിയില്ലായിരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ സാക്ഷിയുടെ തോന്നലുകളായിരുന്നു. ആ സ്ത്രീകളൊന്നും തന്നെ ഇപ്പൊ ജീവനോടെ ഇല്ല. അവരെ എല്ലാവരെയും തന്നെ അവിടെ കെട്ടിയിട്ട് ആ ഗ്രാമത്തിലെ ആൾക്കാർ കൊന്നിരുന്നു. ആ ആത്മാക്കൾ സാക്ഷിക്ക് കാണിച്ചു കൊടുക്കുന്നതായിരുന്നു ഇതെല്ലാം തന്നെ. അതേസമയം അവിടെ തന്നെ അവൾ റാണിയെ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ രാജ്ബീർ റാണിയുടെ കഴുത്തിറക്കുന്നു. സാക്ഷിക്ക് അവളെ രക്ഷിക്കാൻ പോലും സാധിച്ചില്ല. എന്നിട്ട് അവളുടെ മൃതദേഹം ഒരിടത്തേക്ക് ഉരുട്ടി വിടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ ഇഷാനിയാകട്ടെ വയറുവേദന എടുത്തിട്ട് കരയുന്നുണ്ട്. ദാസി അവിടേക്ക് വന്ന് നോക്കുമ്പോൾ മനസ്സിലായി അവൾ ഋതുമതിയായിരിക്കുന്നു എന്ന്. അതിനു വേണ്ടിയിട്ടുള്ള മരുന്നായിരുന്നു ഇവർ അവൾക്ക് കലക്കി കൊടുത്തുകൊണ്ടിരുന്നത്. വെറും 7 വയസ്സുള്ള പെൺകുട്ടിക്ക് ആദ്യ ആർത്തവം വന്നിരിക്കുന്നു. പ്രധാൻജിയുമായിട്ട് വിവാഹം നടത്താൻ ഇഷാനി റെഡിയായിരിക്കുന്നു. ഇഷാനി ഒരു സ്ത്രീയായ വിവരം അറിയിക്കാൻ ദാസി ആദ്യം പോകുന്നത് സാക്ഷിയുടെ അടുത്തേക്കായിരുന്നു. ദാസിയിൽ നിന്നും ആ വിവരം കേട്ട സാക്ഷി ആകെ ഷോക്കായി. എന്റെ മകൾക്ക് വെറും 7 വയസ്സ് മാത്രമേ ഉള്ളൂ, അവൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും തന്നെ ദാസി പറയുന്നില്ല. സാക്ഷി
സാക്ഷി രാജ്ബീറിനോട് പറയുന്നുണ്ട്, അത് നമ്മളുടെ മകളല്ലേ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ക്രൂരത ചെയ്യുന്നതെന്ന്. എന്നാൽ രാജ്ബീറിനെ സംബന്ധിച്ച് അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രധാൻജിക്ക് ഇഷാനിയെ സമർപ്പിച്ച് സാക്ഷിയെ ബലി കൊടുത്ത് അയാൾക്ക് തന്റെ കുലത്തിലേക്ക് തിരിച്ചു കയറണം, അത് മാത്രമേ അയാളുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളാകട്ടെ ചാട്ടവാറ് കൊണ്ട് ഒരുപാട് അവളെ അടിക്കുന്നുണ്ട്. അവളുടെ ശരീരത്തിലെല്ലാം തന്നെ മുറിവുകളുണ്ടായി ചോര വാർന്നുകൊണ്ടേയിരിക്കുന്നു. അവശനിലയിലായ അവളാകട്ടെ കുറച്ചു നേരത്തിനുള്ളിൽ മരിക്കുമെന്ന് രാജ്ബീറിന് ഉറപ്പായിരുന്നു. അതേസമയം ഇവിടെ ദാസിയാകട്ടെ മറ്റുള്ളവരോട് പറയുന്നുണ്ട്, പ്രധാൻജി ആ പെൺകുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്, ഒരുക്കങ്ങൾ തുടങ്ങിക്കൊള്ളാൻ. അങ്ങനെ അവർ ഇഷാനിയെ കുളിപ്പിക്കാനും വധുവിനെ പോലെ ഒരുക്കാനും ഒക്കെ ആരംഭിച്ചു. അതേസമയം തന്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ചിന്തിച്ച സാക്ഷിയാകട്ടെ രാജ്ബീർ റാണിയെ കൊന്നുതള്ളി ആ വഴിയിലേക്ക് പോകുന്നു. അവൾ ഉരുണ്ടുപോയി വീഴുന്നത് ഒരു വലിയ കിണറ്റിലേക്കാണ്. ആ വെള്ളത്തിന്റെ അടിയിൽ റാണി ഉൾപ്പെടെ ഒരുപാട് സ്ത്രീകളുടെ ശവശരീരങ്ങൾ അവൾ കാണുന്നുണ്ട്. മുകളിലേക്ക് പൊങ്ങി വന്ന അവൾക്ക് ചുറ്റും ആ സ്ത്രീകളുടെ ആത്മാക്കൾ ഉണ്ടായിരുന്നു. ആ ആത്മാക്കളെല്ലാം അവൾക്ക് ശക്തി പകർന്നു. അതേസമയം ഇവിടെ പ്രധാൻജിയുമായിട്ട് ഇഷാനിയുടെ വിവാഹം നടത്താൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ ശാലീനാകട്ടെ എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു. നിന്റെ അമ്മയുടെ അടുത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് ദാസി പറയുന്നുണ്ട്, അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. എന്നിട്ട് അവളെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെയെങ്കിലും സാക്ഷി എടുത്തു പോയിട്ട് ഈ സത്യങ്ങൾ പറയണമെന്ന് കരുതി ശാലീൻ ആ കിണറ്റിനുള്ളിലേക്ക് ഇറങ്ങി സാക്ഷിയെ തേടി പോകുന്നു. എന്നാൽ അവിടെ വഴിയറിയാതെ പെട്ടുനിന്നിരുന്ന സമറിന്റെ അടുത്തേക്കാണ് ശാലിൻ ഓടി ചെല്ലുന്നത്. സമർ ശാലിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. ആ കുരുത്തം കെട്ട പയ്യന്മാരുടെ കൂട്ടത്തിലുള്ള ആളാണെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ ശാലിൻ സമറിനോട് പറയുന്നുണ്ട്, ഞാൻ ഇഷാനിയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്ന്. സാക്ഷിയുടെ അടുത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാമെന്ന് പറയുന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വഴി മനസ്സിലാക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ദീപങ്ങൾ നോക്കി നടന്നാൽ മതി, വഴി മനസ്സിലാകുമെന്നാണ് ശാലിൻ പറയുന്നത്. പ്രധാൻജി അവശനായിക്കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ പെൺകുട്ടികളെ അയാൾക്ക് ദാസിയായിട്ട് കൊടുക്കുന്നത്. സൂര്യപ്രകാശത്തിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത പെൺകുട്ടികൾക്ക് മാത്രമേ പ്രധാൻജിയെ സേവിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് ഇഷാനിയെ പ്രധാൻജി കൊണ്ടുപോകുന്നതിന് മുമ്പ് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതേസമയം ഇവിടെ ദാസിയാകട്ടെ ഒരു മണവാട്ടിയെ പോലെ നമ്മുടെ ഇഷാനിയെ ഒരുക്കിയിട്ട് ഒരു പല്ലക്കിലേക്ക് ഇരുത്തുന്നു. എന്നാൽ ഇഷാനി പറയുന്നുണ്ട്, അതിനുള്ളിൽ ഞാൻ 3 പെൺകുട്ടികളെ കാണുന്നുണ്ടെന്ന്. അങ്ങനെ ആരും തന്നെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ദാസി അവളെ സമാധാനിപ്പിച്ച് അതിനുള്ളിലേക്ക് ഇരുത്തുന്നു. ഇവിടെ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം ചേർന്നിട്ട് ഇഷാനിയെ ആ പല്ലക്കിൽ നിന്ന് ഇറക്കി അലങ്കരിച്ചിരിക്കുന്ന ഒരു കിണറിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം ഗ്രാമത്തിലെ മുഖ്യൻ രാജ്ബീറിനോട് പറയുന്നുണ്ട്, ബലി കൊടുക്കാൻ സാക്ഷിയെ കൊണ്ടുവരാൻ. എന്നാൽ അവൾ ഇപ്പോൾ എന്റെ അടികൊണ്ട് മരിച്ചിട്ടുണ്ടാകുമെന്ന് രാജ്ബീർ പറയുന്നുണ്ട്. അതൊന്നും തനിക്കറിയണ്ട, മരിച്ചിട്ടായാലും ശരി ജീവനോടെ ആയാലും ശരി അവളെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കഴുത്തിറക്കണം. എന്നാൽ മാത്രമേ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് ഒരു പേടിയുണ്ടാകൂ. അങ്ങനെ രാജ്ബീറും ഒരു കിണറിനുള്ളിലേക്ക് ഇറങ്ങിപ്പോകുന്നു. കിണറിനുള്ളിൽ സമറും ശാലിനും ഉണ്ട്. മറ്റൊന്നില് ഇഷാനിയുണ്ട്. മൂന്നാമത്തതില് സാക്ഷിയെ തേടി രാജ്ബീർ പോയിരിക്കുന്നു. ഇവ 3ഉം കണക്ട് ചെയ്യുന്നതായിരുന്നു ആ ടണലുകൾ. അടച്ചിട്ടിരിക്കുന്ന ഈ കിണറിലാണ് നമ്മുടെ സാക്ഷിയുള്ളത്. രാജ്ബീർ ആ കിണറ്റിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവശനിലയിൽ കിടക്കുന്ന സാക്ഷിയെ കാണുന്നുണ്ട്. നീ ഇതുവരെ ചത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ ഒരു കയറിൽ കെട്ടി അവളെ മുകളിലേക്ക് വലിക്കാൻ ആരംഭിച്ചു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ശക്തി വന്ന പോലെ അവൾ അയാളെ ആക്രമിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് അയാളെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അവളുടെ ഉള്ളിൽ ആ സ്ത്രീകളുടെ ആത്മാക്കൾ കയറിയതായിരുന്നു. രാജ്ബീറിനെ കൊന്ന ശേഷം ആ ആത്മാക്കൾ ഇറങ്ങി പോവുകയും ചെയ്തു. അവൾ അവിടെ നിന്നും പുറത്തു കിടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അവളെ അന്വേഷിച്ച് സമരം ശാലീനും അവിടേക്ക് വരുന്നതും അവളെ രക്ഷിക്കുന്നതും. അവർ ഇഷാനിയെ രക്ഷിക്കാൻ പ്രധാൻജിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഗ്രാമമുക്കിനും ആൾക്കാരും വന്ന് അവരെ തടയുന്നുണ്ട്. എന്നാൽ സമർ പറയുന്നുണ്ട്, ഞാനിവരെ നോക്കിക്കൊള്ളാം, നീ ഇഷാനിയുടെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ. അതേസമയം ഇഷാനിയുടെ സമർപ്പണ ചടങ്ങ് നടക്കുകയായിരുന്നു. ആ വാതിൽ തുറന്നിട്ട് പ്രധാൻജി അവിടെ നിന്നും ഇറങ്ങി വരുന്നു. അയാളെ കണ്ടതും ഇഷാനി പേടിക്കാൻ ആരംഭിച്ചു. ദാസിമ അവളോട് പറയുന്നുണ്ട്, നീ ഉള്ളിലേക്ക് കയറിപ്പോകാൻ. തനിക്ക് പേടിയാണ്. ദാസിമ കൂടി അകത്തേക്ക് വരാൻ ഇഷാനി പറയുന്നു. അവളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് ദാസി അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അതാ പ്രധാൻജിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു നിമിഷം കൊണ്ട് ആ ദാസിയെ അയാൾ തള്ളി വീഴ്ത്തിയിട്ട് ഇഷാനിയെ മാത്രം അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇഷാനി പറയുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ കാണിച്ചത്? അതെന്റെ ദാസിമയാണ്, എന്തിനാണ് ഇങ്ങനെ താഴേക്ക് തള്ളിയിട്ടതെന്ന്. പക്ഷെ ഒന്നും കേൾക്കാതെ അയാൾ അവളെ പിടിച്ചുകൊണ്ടു പോവുകയായിരുന്നു. അയാളുടെ ഭാര്യയായിട്ട് അയാൾക്ക് ഇത്രയും കാലം സേവ ചെയ്തിട്ടും അയാൾ ഒരു വിലയും ആ ദാസിക്ക് കൊടുത്തിരുന്നില്ല. പുതിയതിനെ കിട്ടിയപ്പോൾ പഴയതിനെ അയാൾ വലിച്ചെറിഞ്ഞു. അതേസമയം സാക്ഷിയാകട്ടെ ഇഷാനിയെ അന്വേഷിച്ച് വരുന്നത് ദാസിക്ക് മനസ്സിലായി. അവരുടെ ശക്തി ഉപയോഗിച്ചിട്ട് സാക്ഷിയെ പേടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നിന്റെ ഒരു ശക്തിയിലും ഞാൻ പേടിക്കില്ല എന്ന് പറഞ്ഞിട്ട് സാക്ഷി അവിടേക്ക് ചെല്ലുകയാണ്. ദാസി പലതവണ സാക്ഷിയെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അവൾക്ക് ഒരുപാട് മുറിവുകൾ പറ്റിയെങ്കിലും ഇത്തവണ സാക്ഷി വിട്ടുകൊടുത്തില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രധാൻജിക്ക് ഇങ്ങനെ സേവ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരും നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, നിന്നെ വെറും നിസ്സഹായയാക്കിയിരിക്കുകയാണ്. എന്നാൽ താൻ അങ്ങനെയല്ല എന്ന് പലതവണ ദാസി പറയുന്നുണ്ട്. നിന്റെ മകളും അങ്ങനെയല്ല, ഞങ്ങൾക്ക് 2 പേർക്കും ഒരുപാട് ശക്തികളുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് നീ നിന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സാക്ഷിയാകട്ടെ അവരെ തള്ളി മാറ്റിയിട്ട് ഇഷാനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വാതിൽ വലിച്ചു തുറക്കുന്നു. അവൾക്ക് സഹായത്തിന് ആ സ്ത്രീകളുടെ ആത്മാക്കളും ഉണ്ടായിരുന്നു. ആ വാതിൽ തുറന്ന് ഇഷാനി അകത്തേക്ക് ചെല്ലുന്നത് മനസ്സിലാക്കിയ പ്രധാൻജിയാകട്ടെ എങ്ങോട്ടേക്ക് ഓടി ഒളിക്കുന്നു. അയാൾ ഇഷാനിയെ എവിടെ ഒളിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സാക്ഷി അവളെ കണ്ടെത്തുന്നു. അവിടെ നിന്നും അവളെ രക്ഷിച്ചുകൊണ്ട് പോകാൻ നേരത്ത് ആ പ്രധാൻജിയെ അവൾ കാണുന്നുണ്ട്. അയാൾ ഒരുപാട് പ്രായമുള്ള ഒരു വയസ്സനായിരുന്നു. എന്തൊക്കെയോ ദിവ്യശക്തിയുള്ള അയാളാകട്ടെ സാക്ഷിയുടെ തന്നെ രൂപം സ്വീകരിച്ച് അവളെ തന്നെ ഭയപ്പെടുത്തുന്നു. എന്നിട്ട് ഇഷാനിയെ പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. അവളെ രക്ഷിക്കാൻ ശ്രമിച്ച സാക്ഷിയുടെ മുഖത്തേക്ക് അവൾ എന്തോ ഭസ്മമറിയുന്നു. അവൾക്ക് സ്വബോധം നഷ്ടപ്പെടുന്ന പോലെ തോന്നുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇഷാനിയുടെ ആത്മാവിനെ അയാൾ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഇത്തവണ അയാളെ എതിർത്തുകൊണ്ട് ദാസി ഉള്ളിലേക്ക് വരുന്നു. ഇതിനോട്
ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു തനിക്ക് വെറും ഒരു ദാസിയുടെ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഭാര്യയാണെന്നൊക്കെ പറയുന്നത് വെറുതെ ആയിരുന്നുവെന്ന്. ഇവരെല്ലാവരും തന്നെ വെറുതെ ബലിയാടാക്കുകയായിരുന്നു. ആ അവസ്ഥ ഇഷാനിക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇഷാനിയെ രക്ഷിക്കുകയാണ്. ദാസ പ്രയോഗിച്ച ശക്തിയിൽ കുറച്ചു നേരത്തേക്ക് പ്രധാൻജി അവിടെ നിന്നും പോയി. ആ നേരം കൊണ്ട് ഇവരെ രണ്ടുപേരെയും ദാസി അവിടെ നിന്നും രക്ഷപ്പെടുത്തുന്നു. ആ സമയം മുകളിലുണ്ടായിരുന്ന ഗ്രാമത്തിലെ ആൾക്കാരെയും സമറും പോലീസുകാരും ചേർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷാനിയും സാക്ഷിയും ദാസിയും മുകളിലേക്ക് വന്നപ്പോൾ സൂര്യപ്രകാശം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാസി തന്റെ കയ്യിലുണ്ടായിരുന്ന തുണി ഉപയോഗിച്ച് ഇഷാനിയെ പൊതിഞ്ഞുകൊണ്ട് മുകളിലേക്ക് കടന്നു. സാക്ഷി പിറകെയും. എന്നാൽ നടന്നുപോയ സാക്ഷിയുടെ കാലിൽ വീണ്ടും ആ ചങ്ങല വന്ന് കുടുങ്ങുകയും അവളെ കിണറ്റിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ദാസി അവളുടെ പിറകെ രക്ഷിക്കാൻ ചെന്നപ്പോൾ സാക്ഷി പറയുന്നുണ്ട് ഇയാളെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇനി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് അയാളുടെ കഥ കൂടി കഴിച്ചിട്ട് ഞാൻ വരാമെന്ന്. ആ കിണറിന്റെ ഒരു സൈഡ് ഇടിയാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇഷാനിയെ നോക്കാൻ ദാസിയെ ഏൽപ്പിച്ചിട്ടാണ് സാക്ഷി ആ പ്രധാൻജിയെ നേരിടാൻ പോകുന്നത്. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നതും. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.